എന്റെ ഇഷ്ടത്തിന് ഇരിക്കാൻ അവിടെ റെഡിയാണ്. പക്ഷേ ഞാൻ അള്ളാനെ പേടിച്ചു. പാപ്പ ഒന്ന് പറഞ്ഞു കൊടുക്കും. വല്യപ്പ പോയി ഉമർ തങ്ങളുടെ അടുത്തേക്ക് രാവിലെ. ഉമർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരൻ അപ്പോഴും ഒരു ക്ഷീണത്തിൽ കിടക്കുകയാണ്. ഉമർ തങ്ങൾ വന്നപ്പോഴേക്കും ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ട്. ആ ചെറുപ്പക്കാരനെ മയ്യിത്ത് നിസ്കരിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ലക ജന്നതാൻ, നിനക്ക് 2 സ്വർഗ്ഗമുണ്ട്, നിനക്ക് 2 സ്വർഗ്ഗമുണ്ട്. ഖുർആനാ പറഞ്ഞത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി എന്റെ റബ്ബ് എന്നോട് അനുവദിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് പിന്മാറുന്നവൻ, തിന്മയിൽ നിന്ന് പിന്മാറുന്നവൻ, ഇവർക്കാണ് സ്വർഗ്ഗം. 1 അല്ല 2 ജന്നതാൻ. യൂസുഫ് അലൈഹിസ്സലാമിനെ പോലെ ഉമർ തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദി ജഅല ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ അല്ലാഹു ഉണ്ടാക്കിയല്ലോ റജുലൻ വാഹിദൻ മിഥല യൂസുഫ്, യൂസുഫ് നബിയെ പോലത്തെ ഒരാളെങ്കിലും ഈ ദീനിൽ അല്ലാഹു ഉണ്ടാക്കിയല്ലോ. അൽഹംദുലില്ലാഹ്. ഇങ്ങനത്തെ ചെറുപ്പക്കാരികളാണ് നമുക്ക് വേണ്ടത്. ഹറാമിലേക്ക് വിളിക്കുമ്പോ ഞാൻ ഇല്ല മോളെ, ചെറുപ്പക്കാരെ ഇന്ന് നീ ഡിലീറ്റ് ചെയ്തോ നിന്റെ കോണ്ടാക്ട്സിൽ, ഇന്ന് നീ നിന്റെ ഫ്രണ്ട്സിനെ അൺഫ്രണ്ട്ലി, അള്ളാഹ്ക്ക് വേണ്ടി. അള്ളാഹനെ വിചാരിച്ചു. പെണ്ണെ, സ്നേഹമൊക്കെ സ്നേഹമാണ്, പക്ഷേ നമുക്കിത് പാടില്ല പെണ്ണെ, ഞാൻ മടങ്ങാണ്, തൗബ ചെയ്ത് ഇന്ന് നാളെ നിന്റെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ശരിയാക്കിക്കോ. നിന്റെ കിതാബ് ഉണ്ടല്ലോ, ഫേസ്ബുക്ക് തന്നെ കിതാബ്, ആ കിതാബ് നാളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത. എന്ത്? നിനക്ക് പാടില്ലാത്തവർ നിന്റെ ഫ്രണ്ടായിട്ട് ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഓൺ എയറിലോ ഓഫ് എയറിലോ ഇതൊന്നും പറ്റില്ല. അള്ളാഹു അനുവദിച്ചിട്ടില്ല, അള്ളാഹു അനുവദിച്ചിട്ടില്ല. ചെറുപ്പക്കാർ അച്ചടക്കം പാലിച്ച് ജീവിക്കുക, പെണ്ണുങ്ങൾ അച്ചടക്കം പാലിച്ച് ജീവിക്കുക. സൂറത്തുൻ നൂർ പഠിക്കുക, ഖുർആന്റെ തഫ്സീറാണത്, പഠിക്കുക. അതിന്റെ സീഡികളും കാസറ്റുകളൊക്കെ എന്തെങ്കിലും എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ നിങ്ങൾ വാങ്ങിച്ചോളൂ, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിലൂടെ പോകുമ്പോഴാണ് ഒരു പെണ്ണുങ്ങനെ വല്ലാത്ത പാട്ട് പാടുന്നത് രാത്രി നേരത്തെ. ആ പാട്ടിന്റെ സാരാംശം ഇങ്ങനെയാണ്: هل من سبيل إلى خمر فأشربها أم من سبيل إلى نسر بن حجاج. യാ ഉമർ തങ്ങൾ നിന്നോയി, പടച്ചോനെ എന്താണ് ഈ പാട്ട്, എന്താണ് ഈ പാട്ട്? ഹൽ മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ. കുടിക്കാൻ ക്ലേശം, കള്ള് കിട്ടിയ തരക്കേടില്ലല്ലോ. ആരെ പാടുന്നത്? ഒരു പെണ്ണേ പറയുന്ന പാടുക. നമ്മളൊക്കെ പറയും, പടച്ചോനെ ഇപ്പൊ ചെറുപ്പക്കാർക്ക് പെൺകുട്ടികളെ ആലോചിക്കുമ്പോഴേ കള്ളോട് ചീട്ടളില്ലാത്ത ചെറുപ്പക്കാരെ കിട്ടിയാൽ മാഷാ അല്ലാഹ് രക്ഷപ്പെട്ടു. ഉസ്താദെ അങ്ങനെ പറയില്ലേ, കള്ളുടിച്ച് റോട്ട് കടക്കാത്തവരെ കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് അത്ര നോക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്തവരില്ല. ഈ ചോരൊക്കെ കള്ളുടിച്ച ചോരയായിട്ട് എങ്ങനെയാ അതുകൊണ്ട് ദ്വാരം നമ്മൾ സ്വീകരിക്കുക? നിന്റെ ശരീരത്തിൽ ഓരുന്ന രക്തം അള്ളാഹു ഹറാമാക്കിയ മദ്യത്തിലൂടെ പോഷണം കിട്ടിയതെങ്കിൽ നിന്റെ നിസ്കാരം അല്ലാഹു തൗബ ചെയ്ത് മടങ്ങിക്കോ, അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. പെണ്ണ് പറയാ ഇനിയുള്ള കാലം അങ്ങനെയാ. ഇന്ന് രാവിലെ എന്റെ സുഹൃത്ത് വിളിച്ചു, നമ്മുടെ വളരെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്ത് ആസിഫ് ദാരിമി ഉസ്താദ്, നമ്മുടെ ഇബാദിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നവർ, നമ്മുടെ SKSFന്റെ പ്രവർത്തകർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അവർ ക്യാമ്പസിൽ നടന്നൊരു വിഷയത്തിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ആൻഡ് മെഡിസിൻസ്, അതിന് ആവശ്യമായ സാധനങ്ങൾ, പിന്നെ ഡ്രഗ്സ്, നർക്കോട്ടിക്സ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത്. അതും നമ്മുടെ കേരളത്തിലെ ഒന്ന് അച്ചടക്കമുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഉള്ളിൽ നിന്ന് റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയത്, പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയത് മയക്കുമരുന്ന്, സൂചികൾ, ഇഞ്ചക്ഷനുകൾ, പിന്നെ ഗർഭമുണ്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ. എന്തൊക്കെയാ അതിൻ്റെ കറുത്ത്? ഇന്ന് രാവിലെ ഞാൻ കാഞ്ഞങ്ങാട് വന്നതിന് ശേഷം അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞ വിഷയം, ഉമ്മത്തിന്റെ കഥ കിടക്കുന്നത് ഇങ്ങനെ. ഇനി അടുത്തൊരു കാലം, ഇപ്പൊ തന്നെ ആണോന്ന് എനിക്കറിയില്ല, കള്ളുടും ചീട്ടടില്ലാത്ത പെണ്ണിനെ കിട്ടണമെന്ന് വരക്കേണ്ടി വരും. ആണുങ്ങൾ പോട്ട് പെണ്ണുങ്ങൾ കള്ളുടിക്കുന്ന അവസ്ഥ വരുമോ? ഇത് മാറണം. മുഅ്മിനെ, മരിക്കാൻ പോണ ലോക നിന്നെ കുറച്ചു നേരത്തേക്ക് അള്ളാഹുടെ വെച്ചിട്ടുള്ളൂ, നീ പോവേ പറ്റൂ. അള്ളാഹു നിന്നെ വിളിക്കാൻ പോവാണ്. കുറെ ആൾക്കാരെ വിളിച്ചു, അവർ കിടക്കുകയാണ് മണ്ണിൽ അനന്തമായി, ഖിയാമത്ത് മഹ്ശറ വരെ വിശ്രമിക്കാൻ പോയിരിക്കുകയാണ്. നമ്മളും ഈ നാട്ടിലാണ്, ഇവിടെയാണ് മരിക്കണതെങ്കിൽ ഈ പള്ളിക്കാടിന്റെ എവിടെയെങ്കിലും ഓരത്ത് നമ്മളും പോയി കിടക്കണം. ഇല്ലെങ്കിൽ നമ്മളെ മഹല്ലുകളിൽ ആ ലോകത്തെ കുറിച്ച് ഓർത്തു. ഇന്ന് അള്ളാഹു നമ്മളെ കൊണ്ടുപോയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ? എന്നെ റബ്ബ് സ്വീകരിക്കുമോ? എന്റെ പടച്ചോൻ എന്നെ സ്വീകരിക്കുമോ? എന്റെ അവസ്ഥ എന്താണ് എന്ന് കിടക്കുമ്പോൾ ആലോചിക്കുക. തൗബ ചെയ്യും. കിടക്കുന്നല്ല, ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ആലോചിക്കുക. തൗബ ചെയ്ത് മടങ്ങും. ഒരു പെണ്ണങ്ങനെ പാടുകയെന്ന്
അമ്മിൻ സബീലിൻ ഇലാ ഖംറിൻ ഫഅശ്റബഹാ അമ്മിൻ സബീലിൻ ഇലാ നസ്ർ ഇബ്നു ഹജ്ജാജി. കള്ളു കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ തരക്കേടില്ലായിരുന്നു. ഒരു പെണ്ണിങ്ങനെ പാടുന്നു. അല്ലെങ്കിൽ നസ്ർ ഇബ്നു ഹജ്ജാജിനെ കിട്ടിയ തരക്കേടില്ലായിരുന്നു. നസ്ർ ഇബ്നു ഹജ്ജാജ്. ഉമർ തങ്ങൾ യാ അല്ലാഹ്, എന്താണ് ഈ പെണ്ണി പാടുന്നത്? നേരെ പോയി പരിശുദ്ധമായ മദീനയിലെ പള്ളിയിലേക്ക്, അഷ്റഫുൽ ഖൽഖ് മിമ്പറിൽ നിന്ന് മിഹ്റാബിൽ നിന്ന് പള്ളിയിലേക്ക്, മസ്ജിദുൻ നബവിയിലേക്ക് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ പാടെ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം. അല്ല സഹോദരന്മാരെ, ആരാണ് നസ്ർ ഇബ്നു ഹജ്ജാജ്? അത് ഇന്നാല് ചെറുപ്പക്കാരനാ, നല്ല കാണാൻ ഭംഗിയുള്ള, അവനെ കൊണ്ടുവരിയെന്ന് പറഞ്ഞു. നല്ലൊരു ഭംഗിയുള്ള ചെറുപ്പക്കാരൻ. ഉമർ തങ്ങൾ ഒന്നും പറഞ്ഞില്ല, പോയി മുട്ടയടിച്ചു എന്ന് പറഞ്ഞു. മുടിയൊക്കെ ഉണ്ട്, ഭയങ്കര സ്റ്റൈല് മുടിയാണ്. മുടി മുട്ടയടിക്കുന്നു പറഞ്ഞു. മുട്ടയടിച്ചു വന്ന് നോക്കുമ്പോ ഗ്ലാമർ പിന്നെയും പിന്നി. ഉമർ തങ്ങൾ പറഞ്ഞു അമ്മിമു, ഒരു തലക്കെട്ട് വെച്ചു കൊടുക്കും. പക്ഷെ അദ്ദേഹം തലക്കെട്ട് കെട്ടിയപ്പോഴേക്കും ചൊറുക്കങ്ങട്ട് കൂടി, വല്ലാത്ത ഭംഗി പഠിച്ചോനെ. ഉമർ തങ്ങൾ പറഞ്ഞു പൊന്നാര മോനെ, നീ ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ ബസ്റയിലേക്ക് പറഞ്ഞേക്കാം, ഇറാഖിലെ ബസ്റയിലേക്ക്. നീ ബസ്റയിലേക്ക് പോയിക്കോ, നിനക്ക് ജീവിക്കാനുള്ള എല്ലാം ഞാൻ തരാം. എന്തിനാ അമീർ മുഅ്മിനീനെ പറഞ്ഞേക്കണത്? എന്തിപ്പം ഞാൻ ചെയ്തത്? ഒന്നുമില്ല. ലാ യുസാകിനന്നനി ഫിൽ മദീനതി റജുലുൻ ലാ യുസാകിനന്നനി ഫിൽ മദീനതി റജുലുൻ തഹ്തിഫുൽ അവാതികു ഫീ ഖുദൂരിഹിന്ന. അഷ്റഫുൽ ഖൽഖ് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയാണിത്. അഷ്റഫുൽ ഖൽഖ് വിശ്രമിക്കുന്ന മണ്ണാണിത്. ഈ മദീനത്തെ മണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ആ ചെറുപ്പക്കാരനെ ഓർത്ത് അച്ചടക്കത്തിൽ കഴിയേണ്ട പെണ്ണുങ്ങൾ അവന്റെ വസ്തുക്കളും അവന്റെ വിശേഷണങ്ങളും പാടി നടക്കുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ഫിത്ന വരുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരാൾ മദീനയിൽ പാടില്ല. അതാ വിഷയം. മദീനത്ത് വേണ്ട, വേറെ മദീനത്ത് വേണ്ട. നീ പോയിക്കോ, ബസ്റയിലേക്ക് പോണം. നാട് കടത്തി ശിക്ഷിച്ചത് അല്ല, ഒരു മസ്ലഹത്തിന്. അതേ ചോദിച്ചു ഉമർ തങ്ങളെ, ഞാൻ പോണില്ല, ഞാൻ പോയേ പറ്റൂ. എന്തേ? ഒരു ചെറുപ്പക്കാരനും അഷ്റഫുൽ ഖൽഖ് കിടക്കുന്ന മണ്ണിലുള്ള ഒരു പെണ്ണിന് ഹറാമു തോന്നാൻ പാടില്ല. അപ്പൊ ചോദിച്ചു പെണ്ണിന്റെ അവസ്ഥ എന്താണ്? അവളെ വിളിച്ചു വരുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയതാ, മാസം 4 കഴിഞ്ഞു. ഉമർ തങ്ങൾ നേരെ ചെന്നു. പൊന്നാര മകൾ അഷ്റഫുൽ ഖൽഖിന്റെ ഭാര്യയായ അവിടുത്തെ മകളായ ഉമർ തങ്ങളുടെ മകൾ ഹഫ്സ ബിൻത് ഉമർ ബിനുൽ ഖത്താബ്, ഹഫ്സ ബീവിന്റെ അടുത്തേക്ക്, യാ ഹഫ്സ, ഹഫ്സ ബീവി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, ഒരു ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ ഒരു പെണ്ണിന് എത്ര കാലം ജീവിക്കാൻ പറ്റും? പറഞ്ഞു 4 മാസം. 4 മാസം. ചെറുപ്പക്കാരിയാണ്, ജീവിതത്തിന്റെ വൈകാരിക ചിന്തകൾ വരുന്ന പ്രായമാണ്. അത്തരം സാഹചര്യങ്ങളാണെങ്കിൽ 4 മാസത്തിലധികം ഇനി ഒരു പുരുഷനും യുദ്ധത്തിന് പോയാലും കച്ചവടത്തിന് പോയാലും 4 മാസത്തിലധികം വൈകിക്കൂടാ. ഇല്ലാ ബിഇദ്നിഹിന്ന, അവരുടെ സമ്മതമില്ലാതെ എന്ന നിയമം പാസാക്കി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ പരിഹാരം. മുഅ്മിനെ ഗൾഫിക്ക് പോയിരിക്കാൻ 1 കൊല്ലം നിന്നോ നിന്റെ പെണ്ണിനോട് ചോദിക്കണം, അല്ല പെണ്ണെ, ഞാൻ ഇപ്പൊ 1 കൊല്ലം കഴിഞ്ഞ് ലീവ് ഇട്ട് വന്നാൽ വല്ല കുഴപ്പമുണ്ട്? നിങ്ങൾ ഇനി 2 കൊല്ലം കഴിഞ്ഞ് വന്നാൽ ഇവിടെ ഒന്നും നടക്കാൻ പോണില്ല. എന്നാ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾക്കല്ലേ ആ പിരാന്ത്, അങ്ങനത്തെ ഒക്കെ പെണ്ണ, എന്നാ പിന്നെ കുഴപ്പമില്ല. അല്ല, എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല കേട്ടോ. 4 മാസം ലീവ് ഉണ്ടോ ഇല്ലേ, ഇല്ലെങ്കിൽ ജോലി ബാക്കി പോരെ, നിന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചോ, അന്തസ്സിൽ ഹലാല് കൊണ്ട് ജീവിക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ തങ്ങളുടെ നിയമം. ഗൾഫുകാർക്ക് ഇത് ബാധകല്ലേ? അതില്ലാത്തോണ്ടല്ല ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഒരു പണിയില്ലാത്ത ചെറുപ്പക്കാരെ നമുക്ക് പണിയിരുന്നത് എന്തുകൊണ്ടാ? ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളാണ്. അള്ളാഹിനെ പേടിയില്ലാത്ത ചെറുപ്പക്കാരും അള്ളാഹുവിനെ പേടിയില്ലാത്ത പെണ്ണുങ്ങളും ജീവിച്ചാൽ ഫിത്ന വരും. ഫിത്ന വന്നാൽ അള്ളാഹുവിന്റെ അദാബ് വരും. ഞാനൊരൊറ്റ ആയത്തിലൂടെ അവസാനിപ്പിക്കുകയാണ്. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة. واتقوا فتنة, നിങ്ങൾ അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ചേക്കണം. എങ്ങനത്തെ ശിക്ഷ?
ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങളിൽ തിന്മ ചെയ്ത ആളുകൾക്ക് മാത്രമല്ലേ ആ ശിക്ഷ വരിക. തിന്മ ചെയ്തവർക്ക് മാത്രമല്ല, ചെയ്യാത്തവർക്കും വരും. അങ്ങനത്തെ ശിക്ഷയെ നിങ്ങൾ പേടിക്കണം. എന്താണ് ഈ പറഞ്ഞത്? എല്ലാരും വിചാരിക്കേ ഞാൻ നല്ല കുട്ടിയായി ജീവിച്ചാൽ എനിക്ക് പ്രശ്നമില്ലല്ലോ, ഇന്ന അള്ളാഹു രക്ഷിക്കൂലല്ലോ. ഓരോരുത്തരും വിചാരിക്കും ഞാൻ എന്റെ കുടുംബം മാത്രം നന്നായാൽ മതി, ഞാൻ ഓരെ നോക്കിക്കോളാം, നാട്ടുകാരെ നോക്കൽ എന്റെ ബാധ്യതയല്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ചാൽ നാട്ടുകാരെ ആര് നന്നാക്കും? നാട്ടിലൊരു ഫിത്ന ഉണ്ടായിട്ട് എല്ലാരും വിചാരിക്കുകയാണ് ഞാനല്ലല്ലോ, എന്റെ കുടുംബമല്ലല്ലോ, എന്റെ കുട്ടികളല്ലല്ലോ, എന്നാ പിന്നെ എനിക്ക് പ്രശ്നം അല്ല. മുസ്ലിം ഉമ്മത്ത് അങ്ങനെ ചിന്തിക്കും. നമ്മളൊക്കെ ഒരു കൗമ, എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. നമ്മളൊക്കെ ഒന്നാണ്, നമ്മൾ ഉമ്മത്തുൻ വാഹിദ. ഫിത്ന ഉണ്ടാക്കാൻ തിരിഞ്ഞവരൊക്കെ ഉണ്ട്, അല്ലാഹു സൽബുദ്ധി കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഒന്നാണ് നമ്മൾ. ഈ ഉമ്മത്തിന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്. ഇങ്ങനെ ചിന്തിക്കാൻ ആളുകൾ മുന്നോട്ട് വരുമോ? എല്ലാവരും ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അതിനാ അല്ലാഹുവിന്റെ നിയമം അല്ല. സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ടായി നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ എല്ലാവർക്കും നിയമം അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത് പേടിച്ചേക്കണം. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, തിന്മ ചെയ്തവർക്ക് മാത്രമല്ലേ എല്ലാവർക്കും വരും. നിങ്ങൾ അതിന് ഇടപെട്ടില്ലെങ്കിൽ, നന്നാക്കിയില്ലെങ്കിൽ, ആണിനും പെണ്ണിനും, പ്രായമുള്ളവർക്കും അല്ലാത്തവർക്കും, ചെറുപ്പക്കാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും ഉമ്മത്തിൽ ബാധ്യതയുണ്ട്. ഓരോരുത്തരും മനസ്സിലാക്കുക, 15 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പണിക്ക് ഉത്തരവാദി ഞാനാണ്, എന്റെ വാപ്പയല്ല, എന്റെ ഉമ്മയല്ല. ആണും പെണ്ണും മനസ്സിലാക്കിക്കോ. 10th ഒക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് ഈ ബോധമൊക്കെ ഉണ്ടാവും. 8th 9th എത്തിയാലും മനസ്സിലാവും. അവർക്ക് വേറെ പലതും ബോധം ഉണ്ടാവുണ്ടല്ലോ. സ്വന്തം I'm accountable for what I think, what I do, what I speak. ഈ ഒരു ബോധം നമ്മുടെ കുട്ടികൾക്ക് വേണം. ഞാനാണ് ഉത്തരവാദി, ഞാൻ പറയുന്നത്, ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, കാട്ടിക്കൂട്ടുന്നത്, ഇതിനെല്ലാം ഞാൻ ultimately ഞാനാണ് അല്ലാഹുവിന്റെ മുമ്പിൽ accountable. അല്ലാഹുവിന്റെ മുമ്പിൽ ഞാനാ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ ബോധം ഉണ്ടായി അല്ലാഹു വീക്ഷിക്കുന്നു എന്നതിലേക്ക് ജീവിക്കുക. ഒരു ഹദീസ് കൂടെ ഞാൻ ചേർത്ത് പറയുന്നു. ഇഹ്സാൻ എന്താണ് നബിയെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. എന്താണ് നബി ഇഹ്സാൻ? എന്താണ് നബി ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖാല അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹു നിന്നെ കാണുന്നു എന്നതുപോലെ നീ അല്ലാഹുവിന് വേണ്ടി ജീവിക്കുക. തഅബുദല്ലാഹ് തുസല്ലി ലില്ലാഹ് എന്നല്ല, പള്ളി കയറുമ്പോൾ മാത്രമല്ല, അല്ലാതെ നിന്റെ ജീവിതം ഇബാദത്താണ്. അല്ലാഹു നിന്നെ കാണുന്നു എന്നതുപോലെ ജീവിക്ക്. Even if you don't see him, still he sees you. നീ അല്ലാഹനെ വഇല്ലം തകുൻ തറാ, നീ അല്ലാഹനെ കാണില്ലെങ്കിലും ഫഇന്നഹു യറാക്, അല്ലാഹ് നിന്നെ കാണുന്നുണ്ട്. എങ്ങനെ ജീവിക്കേണ്ടത്? നീ അല്ലാഹനെ കാണുന്നുണ്ട് എന്നതുപോലെ ജീവിക്കുക. ഒന്ന് ചിന്തിക്കുക, എന്താണ് പറഞ്ഞത്? നീ അല്ലാഹനെ കാണുന്നുണ്ട്. നമ്മൾ നോക്കലെന്താ? ക്യാമറ ഉണ്ടോന്നാ നോക്കുക, അല്ലേ? ഇന്ന ആരെങ്കിലും കാണുന്നുണ്ടോന്നാ നോക്കണത്. ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെ കുരുത്തക്കേട് പറ്റൂല. മുസ്ലിം എങ്ങനെ? ക്യാമറയിലേക്ക് അങ്ങോട്ട് നോക്കുന്നവനാ. ക്യാമറ ഉണ്ടോന്നല്ല, നിന്നെ കാണുന്നുണ്ട് അങ്ങോട്ട് നോക്കുക. നിന്നെ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് വെക്കുന്നത് ക്യാമറ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ ഇസ്ലാമിന്റെ നന്മ എന്ന് പറഞ്ഞാൽ. എങ്ങനെ? നീ ജീവിക്കുന്നു, നീ അല്ലാഹനെ കാണുന്നുണ്ട്, നീ അല്ലാഹുവിനെ കാണുന്നുണ്ട്, അല്ലാഹ് അങ്ങോട്ടും കാണുന്നുണ്ട്. പക്ഷെ നിന്റെ ബോധം അതായിരിക്കണം. അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. സമയം 10:30 മണി കൃത്യം. നമ്മൾ പറഞ്ഞ സമയത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഓൺ ടൈമാണ്. മുഖ്തസറായിട്ട് നമ്മൾ ഒരുപാട് ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ചവരും പ്രവർത്തിച്ചവരും സഹകാരികളും ഗുണകാംക്ഷികളും എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തുകയാണ്. ഞാൻ നീട്ടി ദുആരക്കല്ല, നമ്മൾ അറബി തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് ദുആരക്കാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആമീൻ പറയാം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? നന്മകൾക്ക് വേണ്ടി നിൽക്കണം. നിങ്ങൾ തോന്നിയ കള്ളുടിയുള്ളവനെ നിങ്ങൾ തിരുത്തണം. അവനെ അടിച്ച് ശരിയാക്കല്ല ചെയ്യേണ്ടത്. അവനെ വേണ്ട രീതിയിലുള്ള പഠനങ്ങളും വിവരങ്ങളും കൊടുത്ത് അള്ളാന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ കണ്ടാൽ പെണ്ണുങ്ങളെ പിന്നാലെ പോവല്ല. അത് കുറെ ചെറുപ്പക്കാരോട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് ചെയ്യല്ലേ. പിന്നെ നിങ്ങൾ അവർ തമ്മിൽ എന്താ വ്യത്യാസം? അത്തരം പെൺകുട്ടികൾക്ക് വേണ്ട അച്ചടക്കം കൊടുക്കാൻ എന്തൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളുമായി മഹല്ലുമായി കൂടിയാലോചിച്ച് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങളുടെ കൂട്ടുകാരിൽ ഇങ്ങനെ പെട്ടുപോയ ലവ് അഫെയറിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ മോചിപ്പിച്ച് ആ ആണിനും പെണ്ണിനും സ്വർഗം വാങ്ങി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലും ഉണ്ടാവുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ.